ഗൈസ് ഞങ്ങൾ ഞാൻ എടുക്കണ്ട രേമത്തിൻ്റെ വീട്ടിൽ പോവാണ്. രേമത്തിൻ്റെ മാമയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവർ നെയ്വേലിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്നുണ്ടായ ഒരു ട്രിപ്പ് പ്ലാനിങ് ആണ്. സോ അവൻ്റെ ഡ്രസ്സുകൾ എടുത്ത് വെച്ചോണ്ടിരിക്കാം. നീ ഇവിടെ വെക്കുക, ഞാൻ അപ്പുറത്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് പാക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ് ഇവിടെ റെഡി ആവുന്നുള്ളൂ. ഗൈസ് ഞാൻ റെഡിയായി. ഗൈസ് നമുക്ക് ഇറങ്ങാൻ ആയിട്ടില്ല, റെഡി ആവുന്നുള്ളൂ. ഞാൻ റെഡിയായി, ഈ തടിയനും റെഡിയായി. നമുക്ക് പോവാം. അറിയില്ല. ഓക്കെ ഗൈസ്, പോയി വന്നിട്ട് കാണാം. അങ്ങനെ പറയണ്ട, എനിക്ക് ഇഷ്ടമല്ല. ഇല്ല പ്രശ്നം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ സേലം എത്താനായി. ഇനി ഇവിടുന്ന് മൊത്തം ഒരു 5 hours ഉണ്ടാവും കേട്ടോ. 4 hours ഉണ്ടാവും. സേലത്തി എത്തുന്നേ ഉള്ളൂ. സേലത്തിൽ ഇവിടുന്ന് 1.5 kilometers, അല്ല സോറി 1.5 hours കാണിക്കുന്നുണ്ട്. ഓക്കെ, പാഴ്സലാണ് കണ്ടിട്ടുണ്ടോ? താങ്ക് യു. അയ്യോ, ഓളേക്കാളും വരുന്നു. കുട്ടപ്പമീനാറിന് മരുന്നല്ലേ? ഇല്ല. എങ്ങനെയുണ്ട്? നല്ലതാണ്, നല്ലതല്ലേ? നിങ്ങള് ഗൈസ് നാളെ അമ്മ പാട്ട് പാടും. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ രാവിലെ എണീച്ചു. രാവിലെ ഇപ്പോൾ ഒരു സമയം 7:30-8 മണി ആവാനും 7:15 ഉണ്ടാവും. അപ്പം വാഷ്റൂമിലാണ്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എത്ര 3 hours കൂടി ഉണ്ട് കേട്ടോ. ആ ആ അപ്പം ഞാനിപ്പോൾ ഈ ഡ്രസ്സ് ഇടാമെന്നാണ് പ്ലാന്. ഓക്കെ. ഗൈസ്, പിന്നെ നമ്മൾ റൂം എടുത്തേക്കണത് സേലത്ത്, ഇതിന് കറക്റ്റ് പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, താഴെ ഇറങ്ങുമ്പോൾ നോക്കാം. സേലത്താണ് റൂം എടുത്തിട്ടുള്ളത്. അപ്പോൾ നൈറ്റ് എത്താൻ ലേറ്റായി. ഞാൻ പിന്നെ വീഡിയോ ഒന്നും നൈറ്റ് എടുത്തിട്ടില്ല, 1:30 ആയി. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവരും വന്നിട്ട് വീഡിയോ കാണിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. എവിടേക്കാ പോണെന്ന് പറയൂ, എവിടേക്കാ പോണെന്ന് പറയൂ. ഇത് കേട്ടിട്ടുണ്ടാവില്ല. കഴിക്ക. അച്ഛനെ വന്നില്ല. കിട്ടാത്ത കാര്യം പറയാം. നല്ല രസമുണ്ട്. ഇഡ്ഡലി വലിയ പ്രിയല്ല. ഞാൻ പൂരി വെച്ചോളൂ.
ഗൈസ് കോയിൻസിഡൻസ്, എൻ്റെ കാറിനുള്ളിൽ സെയിം വിഗ്രഹം ഇതിൻ്റെ കാറിനുള്ളിലുണ്ട്. ഏതാ കാറൊന്നും അറിയില്ല, ഏതോ TN രജിസ്ട്രേഷൻ വണ്ടി. ഇത് പന്നി ചെരിഞ്ഞതല്ല, ഇത് ചുട്ടിടുകയാണ്. ഇങ്ങനെ ഇന്ന വീടൊന്നുമില്ല, എവിടെ പോയാലും സൈഡാവില്ല പരിപാടി. കിച്ചണൊക്കെ കണ്ടുവരും, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ക്ഷീണം എന്നെ സമ്മതിക്കുന്നില്ല. ദൈവത്തിപ്പോൾ അമ്മായി കുട്ടിയാണെന്ന് കാണിച്ചത്. ഗൈസ്, ഇതാണ് ഇത്ര മാമയുടെ സൈക്കിൾ വെക്കുന്ന സ്ഥലം. ഇത് ഫുള്ള് സെൻട്രൽ ഗവൺമെന്റ് ആൾക്കാരുടെ പോർഷൻസ് ആണ്. ഇപ്പോൾ ഇവരുടെ സ്ഥലം വരുന്നത് അത് അവിടെ മുകളിലുള്ള ക്വാർട്ടേഴ്സാണ് കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒഴിഞ്ഞ സ്ഥലം, പീസ്ഫുള്ളാണ്. പിന്നെ പ്ലസ് എന്താ പറയുക, ഭയങ്കര സിമ്പിൾ ലൈഫ്. നെയ്വേലി ലിഗ്നൈറ്റ് കോർപ്പറേഷൻ വാങ്ങണോ? മാങ്ങ. അപ്പോൾ ഞങ്ങളിതാ വെറുതെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ എല്ലാവരും വീട്ടിനകത്തിരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ നല്ല വെയിലാണ് കേട്ടോ. തമിഴ്നാടെന്ന് പറയുമ്പോൾ ഇവിടെ എനിക്ക് മിക്കവാറും എല്ലാ ലീഗൽ കാര്യങ്ങളും ഗൈസ്, നമ്മൾ ചിന്നുവിൻ്റെ വീട്ടിൽ വന്നിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അയ്യോ, കുറച്ചേരം ഇവിടെ നിൽക്കുക. സംഭവം ആനക്കുട്ടി രസമുണ്ട്, പക്ഷെ അതൊരു ആവശ്യമില്ലാത്ത സാധനമാണ്. ഞങ്ങളെ നെയ്വേലിന്ന് കുത്തുപൊറോട്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ മോർണിംഗ് രാവിലെ എണീച്ചു. രാവിലെ വെച്ചാൽ ഇപ്പോൾ ഒരു 8:30 ആയി. അപ്പോൾ ഇത് ചായ കുടിച്ചോണ്ടിരിക്കുക. ഇതിങ്ങനെ ചായ നമ്മൾ ഓർഡർ ചെയ്തിട്ടാണ് കേട്ടോ. ഇവിടെ ഞാൻ കെറ്റിലൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അഥവാ ചായ എന്തെങ്കിലും മേടിച്ചൊന്നും എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഉള്ളത് പോണ്ടിച്ചേരിയാണ്. അപ്പം പ്രീ വീഡിയോ കണ്ടവർക്ക് അറിയാം, ലാസ്റ്റ് പോണ്ടിച്ചേരിയാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താ അച്ഛനും അമ്മയൊക്കെ എണീച്ചിട്ട് അപ്പുറത്തിരിക്കുന്നുണ്ട്. പിന്നെന്താ രമിത്തോടെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രഷായി കുളിച്ച് പോണ്ടിച്ചേരി ഒന്ന് എവിടെ കറങ്ങാൻ പോകാൻ നോക്കാം. ഓക്കെ, അത് നമുക്കൊന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ പോവാം. ഗൈസ്, നിങ്ങൾ രാവിലെ കണ്ടു കാണില്ല, നമുക്ക് ഇങ്ങനൊരു ബാൽക്കണി സ്പേസ് ഉണ്ട് കേട്ടോ. ഈ സൈഡിലേക്ക് കിച്ചണാണ് വരുന്നത്,
സൈഡിലേക്ക് ബെഡ്റൂമാണ് വരുന്നത്. ആക്ച്വലി റൂം അഫോർഡബിൾ ആണ്, 2 BHK അല്ലേ. സോ 3000 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ അത് മെയിൻ റോഡ്, ജസ്റ്റ് പാർക്കിംഗ് ഏരിയ എന്ന് തോന്നുന്നു, അറിയില്ല ഗൈസ്. അപ്പോൾ രാവിലെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല, ഞാൻ ഓൾറെഡി ബാൽക്കണീൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഫുൾ വീഡിയോ ഞാൻ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പോർഷൻ വരുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. വെയിലുണ്ട്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല സണ്ണാണ്. പിന്നെ അപ്പോൾ രാവിലെ കുറച്ച് ടൈം ആയിട്ടുള്ളൂ. സോ ഗൈസ്, ദിസ് ഇസ് ദ കിച്ചൺ ഏരിയ ആൻഡ് ഹിയർ നമുക്കൊരു കെറ്റിലുണ്ട്. കെറ്റിൽ, പിന്നെ 4 പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസും 4 ഒരു സിങ്കുണ്ട്, ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇവിടുന്ന് ബാൽക്കണി, അവിടെ റൂം, അവിടെ അമ്മ ഇരിക്കുന്നു. നമുക്ക് നമ്മളെ റൂമിലേക്കാണ്. TV ഉണ്ട്. എന്താ അങ്ങനെ വന്നാൽ എന്നോട് മിണ്ടാതെ വന്നാൽ? എന്നെ വിളിച്ചിട്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വേഷമൊക്കെ ഒന്ന് മാറി പുട്ടപ്പ ആയിട്ട് വരാം. ഓക്കെ, ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ റെഡിയായി. ഒരു ഡ്രസ്സോ രസമൊക്കെ അല്ലേ ഗൈസ്? ഞാൻ അടിപൊളി വെച്ചില്ലേ? ദിസ് ഇസ് മൈ ഡ്രസ്. എന്താ പിഞ്ച് ഡ്രസ്സിന് കുഴപ്പം? സോ വി ആർ ലിവിങ്. ഇതാണ് നമ്മൾ പുറം ഭാഗം. ആക്ച്വലി രാത്രി നമുക്ക് കാണാത്തത് കൊണ്ടേ കാണിച്ചു. ഇതിൻ്റെ മുകളിൽ വെച്ചു തന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് പിടിക്കാം. ഇല്ല, എടുത്തില്ല. ഇതെങ്ങടാ? അറിയില്ല, എന്നാ പോവാ. നല്ല താക്കോലെടുത്തോ? വണ്ടിയിലെ നമ്മൾ വൈറ്റ് ടൗണിലാണുള്ളത്. രണ്ടുമേ കിടക്കാതാ. ഞാൻ പിടിക്കേ. അത് 2 ബാഗ് ഇത്തിരി സ്റ്റൈലില്ല. ഓ അങ്ങനെ ബ്ലാക്കും ആക്കല്ലേ? എന്തോ ഒരു ബ്ലാക്കും താഴേക്ക് നോക്കട്ടെ. നമ്മക്കേ നമ്മളെ വെറൈറ്റി കോട എടുക്കായിരുന്നു. കോട വണ്ടി കാക്കുന്നു. കോഫി അവിടെ.
പോണ്ടിച്ചേരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാണ്. ഓഫ് കോഴ്സ് ആയിരിക്കും, നമ്മളെ തമിഴ്നാട് സൈഡല്ലേ, പിന്നെ ബീച്ച് ഏരിയ അല്ലേ, പെട്ടെന്ന് ടയർഡാവുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഒരു കഫേയിൽ കയറിയിരിക്കുകയാണ്. സോ ഈ ഫാന് ഉള്ളിലിരിക്കണോ? വേണ്ട, ശരി ശരി. അങ്ങനെ ഇരിക്കണോ? വേണോ? എന്താ സാധനം? ലെമനൈഡ് വേണ്ട 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 വേണ്ട. കുടിച്ചു നോക്കൂ, ടേസ്റ്റ് നോക്കണം. അത് വീഡിയോയിൽ വന്നല്ലോ. അവിടുന്ന് ഫോട്ടോ എടുത്താലോ? നമ്മളെ കൊച്ചി പോയ പോലെ. അമ്പരച്ചുംബികളൊന്നല്ല അല്ലേ? എന്ത് സാധനം? അച്ഛനോട് അമ്മയോട് വരാൻ പറഞ്ഞു.
അത് വെറുതെ അല്ല യൂസ് ഒന്നും ഇല്ലല്ലോ. അത് പ്ലാസ്റ്റിക് ആണല്ലേ? ഒറിജിനൽ അല്ലേ? എന്താ റേറ്റ് പോയി അതിന്റെ മേലെ എനിക്ക് ഈ സാമ്പൽ ഓഫ് ഇന്ത്യ ആണ്. നീ റേറ്റ് വെക്കാൻ നോക്കുമ്പോഴത്തേക്കും ഇതാണ് ഷൂട്ടിംഗ് സ്പോട്ട് തോന്നുന്നുണ്ട്. കൊറേ പേര് കാണാം ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട്. ഹായ് ഗായ്സ്, ഞങ്ങൾ പോണ്ടിച്ചേരിയാണ്. നമ്മളിപ്പോ ഈ നേരെ പോകുന്നത് പോയിട്ടേ അങ്ങോട്ടാണ് കേറിയ വണ്ടിയിലൊക്കെ എത്തി. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ ഇതാ രാവിലെ പോണ്ടിച്ചേരി ആയിരുന്നു. അപ്പോൾ റിംത്തിനും എന്തോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻലി സ്ഥലങ്ങളിലേക്കൊക്കെ ഇറങ്ങിയത്. അതുവരെ കുറച്ച് ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനത്തെ പരിപാടീസൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞു. ഇനി നമ്മളൊന്നുമില്ല. ഇനി നമ്മൾ നാട്ടിലേക്ക് പോകും കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട്. അതുവരെ ഇവിടെ ചുറ്റാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് ചുറ്റിക്കാണാം. ഇവിടെ ഇപ്പോൾ നമ്മളുള്ളത് ഫ്രഞ്ച് കോളനിയിലാണ്. പിന്നെ നമ്മൾ സ്റ്റേനെ കുറിച്ചൊന്ന് പറഞ്ഞു. സ്റ്റേ എന്താണെന്നറിയോ? സ്റ്റേ ബേസിൻ പറഞ്ഞിട്ടൊരു സ്റ്റേ ആയിരുന്നു. ഞാൻ രാവിലത്തെ വീഡിയോയിൽ ചിലപ്പോൾ ഉണ്ട് തോന്നുന്നു. അതത്ര ഓക്കെയാണ്, നല്ല ഓക്കെയാണ്. അവിടുന്ന് 15 മിനിറ്റേ ഉള്ളൂ. കിലോമീറ്റേഴ്സൊക്കെ കറക്റ്റ് പറയാൻ എനിക്ക് ഓർമ്മയില്ല. 15 മിനിറ്റ് പറയുമ്പോൾ നല്ല തിരക്ക് സമയത്ത് 15 മിനിറ്റേ ഉള്ളൂ ടൗണിൽ ഇങ്ങോട്ട് ഫ്രഞ്ച് കോളനിക്കൊക്കെ. നമ്മൾ ആദ്യം അവിടെ പോയി എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം വലിയ വിവരമില്ല. ഇവിടെ ഒന്നും മെല്ലെ നടക്ക്. ആദ്യം വലിയ വിവരമില്ലായിരുന്നു. പിന്നെ ഇപ്പം നമ്മളിവിടെ തണൽ പിടിച്ചപ്പോൾ നല്ല രസമുണ്ട് കേസ്. അവരൊക്കെ മുന്നിൽ നടന്നു പോകണം. അപ്പോൾ എനിക്ക് വ്യൂ പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾക്കിപ്പോൾ റീൽസോ അല്ലെങ്കിൽ വാട്ടവർ ലോങ് വീഡിയോ ഒക്കെ ഇടാൻ പറ്റിയ ഒരു നല്ല ഓക്കെ. ഇവിടെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല ഫോട്ടോഹോളിക്കായ ആൾക്കാർക്കൊക്കെ പറ്റിയ പ്ലേസാണ്. നല്ലോണം ഫോട്ടോ എടുക്കാൻ പറ്റും. ഓക്കെ, വേറെന്താ? എൻ്റെ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും. ഞാൻ ഓഫാക്കിയിട്ടല്ലേ തന്നത്? പണ്ടേ ബ്രിട്ടീഷുകാർ വന്ന സ്ഥലം അത്. ഗാന്ധിജിയാണല്ലോ, ബ്രിട്ടീഷുകാരനല്ലല്ലോ. ഷുട്ടു ഫ്രഞ്ചുകാരാണ്, ഫ്രഞ്ച് കോളനി മാൻഡ്. ഓ സോറി, വാട്ടവർ. അത് ഗാന്ധിജി അല്ലേ? അല്ലേ? ഗാന്ധിജി പാൻറ് ഇടുവോ? എന്താ ഗാന്ധിജി കുറച്ചുകൂടെ നടന്ന നല്ല കൂളിങ്. കാറിലിരിക്കാം. തൊപ്പിയോ ഇവിടെ? ആ അമ്മേ, ബീച്ചൊരു വേറെ രസാ. ഒരു രസമില്ല. എങ്ങനെ ഇവിടെ സൈക്ലിംഗ് ഉണ്ടാവുമല്ലോ?
ഇത് കണ്ടോ, ഒരു ഡെഡ് ബോഡി. ഒരു ഡെഡ് ബോഡി അല്ല ആക്ച്വലി, നീ ലുക്കായിട്ടുണ്ടെന്ന്. ശരി ശരി. ഇതാരാ മാർപ്പാപ്പയോ? പഠിച്ചില്ല അമ്മേ. യു ഗൈസ് ആർ ടോക്കിംഗ് റോങ്ലി അബൌട്ട് മീ. കുറച്ച് വെള്ളം തരുമോ? ഈ രമിത്ത് എന്താ വെയിൽ കൊള്ളുമ്പോ വെളുത്ത് വരണേ? എന്തോ ജെനറ്റിക്സ് ഉണ്ടല്ലോ അതില്. ഒരു ബ്രിട്ടീഷുകാരാ? వాసం కొత్త పౌర్ణమి వరం పౌర్ణమి సేటు గారు లేడీస్ అండి ಎಲ್ಲ ಕಾಯ ಕಪ್ಪರು ಎಲ್ಲ వీటిల్లో కలిసి వెలకేసి నూనె చుట్టి అయినా కృష్ణకొండ ரொம்ப நல்லா മനസ്സിലായിട്ടില്ലേ? ഞാൻ വീഡിയോയില് അവിടുന്ന് ചുറ്റിപ്പോയാൽ മറ്റേ ഭക്ഷണ സാധനം കൊടുത്തിട്ട് പ്രാർത്ഥന ചുറ്റിപ്പോയാൽ 100 വർഷം അങ്ങനെ ജീവിക്കുന്നു. ഇത്ര ചെറിയ പാവാടയോ? എന്റെ ഒരു കാലില്ലേ ചീറ്റുകൊണ്ട്. രമിത്തിന്റെ ബൈക്ക് ആ ഓണു. അതല്ല, അതിന്റെ ഒരു വേറെ ഭാഷ. ഡയറക്ടർ ഓഫ് ആയുഷ്. അവിടെ കുറേ ഗവൺമെന്റ് സെക്ടേഴ്സ് ഉണ്ട്. നേരെ 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 ഇവരൊക്കെ ഇതാവും തണല് തോന്നുന്നുണ്ട്. അല്ല, ക്ഷീണിച്ചിട്ടിരിക്കാവൂല്ലേ? ഇത് പറഞ്ഞതാണ് അവിടെ രണ്ടാമത്തത് ഹായ്ഡാ. ഓടാ എങ്ങനെയുണ്ട് രമിത്ത്? സൺസ്ക്രീൻ വെച്ചിട്ട് കറുത്തിട്ടുണ്ട്. അത് സണ്ണിൽ കുറേ നടന്നു. ഗൈസ്, അമ്മയ്ക്ക് കടയിൽ ചീത്ത കേട്ടു. ഞാനിതൊക്കെ പതിവാ സത്യം. എനിക്ക് ഇത് ഇഷ്ടമായിണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ അത് മേടിച്ചില്ല. സെയിം സാധനം ഉണ്ടല്ലോ. അമ്മ ഒന്നും വാങ്ങണില്ലേ? ഇത് ഇഷ്ടമായി. ഇതെടുക്കട്ടെ? അവിടെ ഉണ്ട്. ഓർഡർ ചെയ്തിട്ട് വാഷ് ചെയ്യാം. കുറച്ച് ഇരിക്കട്ടെ. സോഫയിൽ ഇരിക്കാം അല്ലേ? ഇവിടെ ആരും കയറില്ലേ? ആ, ഇവിടെ ഞാനത് പറയാൻ വന്ന. വൈകുന്നേരം ആവും തിരക്ക്.
നമുക്ക് ഒരു വെറൈറ്റി ബീച്ച് ഉണ്ട് പറഞ്ഞില്ലേ, അവിടെ പോവാ. അവിടെ പോവാൻ തിരിച്ചു പോകാം. അത് മാൻഗ്രൂവ് അല്ലേ അതിന്റെ പേര് പറഞ്ഞേ? മാംഗ്രൂവ് ബോട്ടിനൊക്കെയാണ്. മാൻഗ്രൂവ് ഫോറസ്റ്റ് അല്ല എന്തോ. ഇവിടെയൊക്കെ ക്ലോസ്ഡ് ആണല്ലോ, സൺഡേ ആയോണ്ടോ? ഈഡൻ. ഞാൻ പോണ്ടിച്ചേരി ഫസ്റ്റ് ടൈം ആണ്. കടല പിടിക്കാൻ പോകും. അതെ, നമ്മളവിടുത്തെ അയ്യോ യൂട്യൂബ് വീഡിയോ എടുക്കായിട്ട്. മാങ്ങ വേണ്ട. ഓ സോറി മാങ്ങ വേണ്ട. ഇത് കൊറേ നടക്കണ്ടോ? ഹാൻഡിക്യാപ്ഡ് പറഞ്ഞാൽ തന്നെ ഞാൻ വിചാരിച്ചു നിന്റെ ഡ്യൂപ്പരെ പുറകിലിത്. അമ്മ അച്ഛനൊക്കെ ഇവിടെ വന്നോളുമ്പാ. അവര് ഫാസ്റ്റാ നമ്മളെക്കാളും. അതാണ് ഞാൻ പറഞ്ഞത്. ബീച്ചിന്റെ സ്റ്റിക്കറാണോ മാഗ്നറ്റ്? അവിടേക്ക് വഴിയുണ്ടല്ലോടാ, നല്ല ഷോപ്പുണ്ട്. നിന്റെ അച്ഛൻ വരണ്ടേ? നമ്മളീ ബോട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? എന്ത് എന്താ അത്? ഇവിടെ എനിക്ക് മാത്രമല്ലേ അറിയൂ. ഉത്തരവാദി ആരാ? ഞാൻ തന്നെ. കാണണ്ടാവായിരിക്കുമല്ലേ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഈഡൻ ബീച്ച്. എല്ലാവരും വിചാരിക്കും ഹിഡൻ ബീച്ച്. ഹിഡൻ അല്ല, ഈഡൻ. EDEN. അതാ നല്ല രസമുണ്ട് സ്ഥലം. ഓക്കെ, നമ്മളിപ്പോൾ ഇറങ്ങണ്ടല്ലോ ബീച്ചിക്ക്. ഞാൻ ഇറങ്ങണില്ല കാരണം അത് ഗൈസ്, അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് നമ്മളെ പറഞ്ഞ പോലെ തന്നെ ഈഡൻ ബീച്ച്. അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു. പിന്നെ അപ്പോൾ നമുക്കിനി എന്താ, ഇന്ന് നമുക്ക് തിരിച്ചു പോകണം. ഇന്ന് മൺഡേ ആയതുകൊണ്ട് രമിത്ത് ലീവ് എടുത്തിരിക്കുകയാണ് ഓൾറെഡി, നാളെ വർക്കിന് കയറാൻ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിലേ, ഈ പുറം രാജ്യത്തൊക്കെ പോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ചെയ്യണ സ്ഥലത്ത് നമ്മുടെ മാനേജേഴ്സ് ആരാണെങ്കിലും നമുക്ക് ശരിക്കും ലീവ് പ്രൊവൈഡ് ചെയ്യണം അല്ലേ? ഒരു അല്ലേ, കൊല്ലത്തിൽ ബാക്കി രാജ്യത്തൊക്കെ വെക്കേഷൻ വേണം. അതായത് ഡിസംബർ വെക്കേഷൻ ഉണ്ട്, അല്ലാതുള്ള ഓരോ എന്താ ഹാലോവിൻ അങ്ങനത്തെ ഓരോ ഓരോ കൺട്രിക്ക് അനുസരിച്ച് അവരുടേതായ രീതിയിലുള്ള വെക്കേഷൻസ് ഉണ്ടല്ലോ. 10 ദിവസം 1 മാസമൊക്കെ വെക്കേഷൻ്റെ സംഭവങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ നമുക്കതില്ല. അത് ഭയങ്കര വൃത്തികെട്ട സിസ്റ്റമാണ് ആക്ച്വലി. അപ്പോൾ ആ സിസ്റ്റം സാലറി മോശമാണ്, ലീവും ഇല്ല. ലീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെക്കേഷൻ ലീവ് ഇങ്ങനത്തെ എന്തെങ്കിലും നമുക്കിപ്പോൾ കേരളം പറയുകയാണെങ്കിൽ കേരളം ബേസ്ഡ് ആണെങ്കിൽ ഓണം വിഷു ഒക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്. തമിഴ്നാട് ചെന്നൈ ബേസ്ഡോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡോ കമ്പനിക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വല്ല ലീവ്. ചുരുക്കി പറഞ്ഞാൽ എംപ്ലോയീസിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഒരു 10 ഡേയ്സോ
അല്ലെങ്കിൽ 1 മന്തൊക്കെ എംപ്ലോയീസിന് ട്രിപ്പ് അടിക്കണം എന്നുള്ള രീതിയിൽ ഒരു ലീവ് വിത്ത് സാലറി തന്നെ കൊടുക്കണം കമ്പനീസൊക്കെ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ, എൻ്റെ മാത്രമല്ല വർക്ക് ചെയ്യുന്നവരെ ശരി അഭിപ്രായം അല്ലേ. ഹായ് അതാ അപ്പോൾ ഇതോടുകൂടി നമ്മളെ വീഡിയോ എൻഡിങ് ആണ്. നമ്മൾ പുലർച്ചയായി വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം അത്രയും ഏർലി മോർണിംഗ് ആയിരുന്നു. 4:35 ആയിട്ടുണ്ടായിരുന്നു രാവിലെ വീട്ടിലെത്തിയപ്പോഴത്തേക്കിനും. ഇത് പോണ്ടിച്ചേരി തന്നെ ഒരു കഫേയിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പിന്നെ രാത്രി പോകുന്ന വഴിക്ക് നമ്മൾ ഷവർമയും പിന്നെ ജ്യൂസും ഒക്കെയാണ് കുടിച്ചത്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.